സാർ ഇപ്പം മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഹരിയാന, ജാർഖണ്ഡ് ഒക്കെ തിരഞ്ഞെടുപ്പ് വരികയാണ്, ജമ്മു കാശ്മീർ അടക്കം. ഇതിൽ മഹാരാഷ്ട്രയുടെ ആദ്യത്തെ സർവേകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു രണ്ടര മാസങ്ങൾക്ക് മുന്നേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി നേരിട്ട ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പക്ഷെ ഇപ്പോൾ വരുന്ന ഈ 2.5 മാസത്തിന് അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവേകളിലെല്ലാം എൻ.ഡി.എ സഖ്യത്തിന് വലിയ ഒരു മുന്നേറ്റം, ബി.ജെ.പി അതിൽ വലിയ ഒരു വോട്ട് ശതമാനവും സീറ്റുകൾ എണ്ണൊക്കെ വർദ്ധിപ്പിക്കുന്നു പറഞ്ഞിട്ടുള്ള സർവേകളാണ് വരുന്നത്. ഇന്ത്യ സഖ്യത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. കാരണം കർണാടകത്തിൽ ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അവർ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളൊന്നും അവർക്ക് പാലിക്കാൻ പറ്റിയില്ല. അപ്പോൾ കർണാടകത്തിൽ നിന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്തും അവർ മുന്നോട്ട് വെച്ച ഒരു കാര്യവും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനേക്കാൾ ഏറ്റവും ഉപരി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരും എന്ന് ഘടകകക്ഷികളെ തെറ്റിദ്ധരിപ്പിച്ചതിൽ നിന്ന് ആ ഘടകകക്ഷികൾക്കുണ്ടായിരിക്കുന്ന രോഷം, അമർഷം, ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇന്ത്യ മുന്നണി പൊട്ടിത്തെറിക്കും. അതിൽ നിന്ന് പല ഘടകകക്ഷികളും പുറത്തു പോകും. എന്തിനേറെ നമ്മുടെ തമിഴ്നാട്ടിലെ DMK പോലും ഇന്ത്യ മുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് തീർച്ചയായിട്ടും BJP-യോടൊപ്പം ചേരാൻ മടിക്കില്ല. സ്റ്റാലിന്റെ പിതാവ് കരുണാനിധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് BJP-യുമായി സഖ്യമുണ്ടാക്കിയ ചരിത്രമുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചരിത്രത്തിലേക്ക് തിരിച്ചു പോകാതെ തമിഴ്നാട് ഗവൺമെന്റിന് നിവൃത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇളയ ദളപതി എന്ന് പറഞ്ഞ് പുതിയൊരു പാർട്ടിയും കൂടെ ഇതാ വരികയാണ്, അയാളുടെ പുതിയ പാർട്ടി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും DMK ദുർബലമാകും. അങ്ങനെ ദുർബലമാകുന്ന ഒരു ഗവൺമെന്റിന് രാഷ്ട്രീയപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ട് വാങ്ങണമെങ്കിൽ BJP വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് അധികകാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ മറുവശത്ത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തി തമിഴ്നാടിന് വേണ്ടതൊക്കെ വാങ്ങിച്ചെടുക്കാമെന്നുള്ള മോഹം പൊലിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബുദ്ധിപരമായി DMK തീരുമാനിക്കും, അങ്ങനെയാണെങ്കിൽ ഇനി BJP-യുടെ കൂടെ തന്നെ കൂടിയേക്കാം. അതുകൊണ്ട് DMK ആയിരിക്കും ആദ്യമായി ഇന്ത്യ മുന്നണി വിട്ട് പുറത്തു വരുന്ന പാർട്ടി. അപ്പോൾ അതുപോലെ തന്നെ മഹാരാഷ്ട്രയില് ശിവസേനയും NCP-യും ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കുന്ന പാർട്ടികൾ, ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരും ദേശീയ ജനാധിപത്യ സഖ്യത്തിനോടൊപ്പം BJP-യോടൊപ്പം ചേരാനുള്ള സാധ്യത വരുന്നുണ്ട്. അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി പൊട്ടിത്തകരുകയും ചിതറിത്തെറിക്കുകയും കോൺഗ്രസിന്റെ കൂടെയുള്ള പ്രബല രാഷ്ട്രീയ പാർട്ടികൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ BJP-യോടൊപ്പം ചേരുകയും ചെയ്യാനാണ് സാധ്യത. അതിൽ ഏറ്റവും അവസാനം ഒറ്റപ്പെടുന്ന പാർട്ടി എന്നുള്ള നിലയിൽ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി ആയിരിക്കും ബാക്കി വരിക. ബാക്കി പ്രദേശങ്ങളിലൊക്കെ തന്നെയുള്ള പ്രാദേശിക പാർട്ടികൾ BJP-യോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എപ്പോഴും തണുത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ BJP-യുടെ ഒരു നേതാവിന്റെ ഭാഗത്താണെങ്കിൽ വലിയ ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇത് രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഒന്ന് ശക്തമായിട്ട് പ്രതികരിക്കാത്തതിന്റെ പേരിൽ അതേ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പോലെ തന്നെയാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളുടെയും പ്രതികരണം. എന്തുകൊണ്ടാണ് കേരള മാധ്യമങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാധ്യമം എന്ന് പറയാൻ കഴിയില്ല, ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ മലയാള മനോരമ, മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞ മുഖ്യധാര പത്രങ്ങൾ, അവരൊക്കെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി അതിന്റെ പ്രോഡക്റ്റായി ജനങ്ങളുടെ കയ്യിലെത്തുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന 10-12 രൂപ കൊണ്ടല്ല ഒരു പത്രം അച്ചടിച്ചിറങ്ങുന്നത്. പത്രം അച്ചടിച്ചിറങ്ങണമെങ്കിൽ അതിൽ വലിയ ചെലവുണ്ട്. അതിന് പണം കൊടുക്കുന്നത് ആരാണോ അവരുടെ താല്പര്യങ്ങൾ ഇവർ അച്ചടിക്കും എന്നുള്ള നിലയിലാണ് കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾ പെരുമാറുന്നത്. കേരളത്തിലെ ചാനലുകളെ നോക്കൂ, ആ ചാനലുകളൊക്കെ തന്നെ ഏതെങ്കിലും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും വലിയ ബിസിനസ് ഹൗസുകൾ വൻ തുക മുടക്കി, അതായത് 100 കണക്കിന് കോടി രൂപ മുടക്കി സ്ഥാപിച്ചിരിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളാണ്. ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് അവരുടേതായ രാഷ്ട്രീയ താല്പര്യമുണ്ട്, സാമ്പത്തിക താല്പര്യമുണ്ട്, ബിസിനസ് കച്ചവട താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി 4 പണം എവിടെ കിട്ടുന്നോ അവർക്ക് വേണ്ടി കുറയ്ക്കാനും വാലാട്ടാനും അവരുടെ പാദം നക്കിക്കൊടുക്കാനും ഉള്ള ഒരു മൂല്യബോധം മാത്രമേ കേരളത്തിലെ പൊതു മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ളൂ.
അതുകൊണ്ട് അവര് എന്തൊക്കെ കേന്ദ്രത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും ആ പകലിനെ രാത്രിയാക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് അപ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നമ്മുടെ വ്യൂവേഴ്സിന്റെ റേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ 1-ാം സ്ഥാനത്ത് കഴിഞ്ഞ 25 കൊല്ലമായി തുടർന്നിരുന്ന ഒരു ചാനൽ 2-ാം സ്ഥാനത്തേക്കല്ല 3-ാം സ്ഥാനത്തേക്ക് വീണു. അപ്പൊ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു ചാനൽ 3-ാം സ്ഥാനത്തേക്ക് പോയി, കാരണം വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതുപോലെ 2-ാം സ്ഥാനത്ത് ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന കേരളത്തിലെ ഒരു ദിനപത്രം വൻതോതിൽ അവരുടെ കോപ്പി ഇടിക്കും. വൻതോതിൽ കോപ്പി ഇടിഞ്ഞിട്ട് ഇപ്പൊ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരവസ്ഥയിലാണ്. ഏതാണ്ട് ജിഹാദി പത്രം എന്നുള്ള നിലയിൽ ആ പത്രം മാറിയിരിക്കുന്നു. അതായത് ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി ഉണ്ടായപ്പോൾ വസന്തം വിരിഞ്ഞു എന്ന് എഴുതിയ പത്രമാണ് അത്. അതായത് ഭീകര പ്രവർത്തകര്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പ്രവർത്തകര് ഒരു രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുമ്പോൾ വസന്തം വിരിഞ്ഞു എന്ന് എഴുതണമെങ്കിൽ ആ ഭീകര പ്രവർത്തകന്റെ പത്രമല്ലേ അത്? ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ, അത് അച്ചടി മാധ്യമങ്ങളാണെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സർക്കുലേഷനുള്ള കേരളത്തിലെ വലിയ പത്രങ്ങൾ, ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള കേരളത്തിലെ വലിയ ചാനലുകൾ, ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ കച്ചവട താല്പര്യം, സാമ്പത്തിക ലക്ഷ്യം ഇത് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രചരണവും പ്രവർത്തനവും നടത്തുകയാണ്. അതിന് നിയമപരമായിട്ടുള്ള നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുമുണ്ട്. പക്ഷെ എന്തു തന്നെയാണെങ്കിലും യജമാനൻ പറയുന്നതനുസരിച്ചല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. യജമാനന്മാര് ഇന്ത്യ വിരുദ്ധരാണ്, മോദി വിരുദ്ധരാണ്. അതുകൊണ്ട് അവരോട് അവർ കൂടുതൽ പുലർത്തിക്കൊണ്ടിരിക്കും. ഇതാണ് കേരളത്തിന്റെ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡിന്റെ അടിസ്ഥാന കാരണം എന്ന് ഞാൻ കരുതുന്നു. കൊൽക്കത്ത വിഷയത്തിൽ BJPയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. ഈ സ്റ്റാൻഡ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് ഗുണം ചെയ്യുമോ? അല്ലെങ്കിൽ ഇതൊരു പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവസരം മുതലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും? പശ്ചിമ ബംഗാളിൽ എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളോട് BJPയുടെ സ്റ്റാൻഡ് ഒരേപോലെയാണ്, അക്രമികൾക്കെതിരാണ്. ഇതേ സമയത്ത് തന്നെയാണല്ലോ ഉത്തർപ്രദേശില് ഇതുപോലെയുള്ള അക്രമം നടത്തിയ ഒരു വ്യക്തിയുടെ കെട്ടിടം ഇടിച്ചു പൊളിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ധീരമായ നടപടിയെടുത്തത്. എന്തുകൊണ്ടാണ് ഇവിടെ അത് ചെയ്യാൻ പറ്റാത്തത്? ഇവിടെ അക്രമികൾ എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുകയാണ്. BJP സ്റ്റേറ്റുകളിൽ അക്രമികൾ എന്ന് പറയുന്നത് ഭരണകൂടത്തിനെതിരാണ്. ഭരണകൂടം അവരെ വേട്ടയാടുകയാണ്. വെടിവെച്ച് കൊല്ലേണ്ടവരെ വെടിവെച്ച് കൊല്ലുന്നു, അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടക്കേണ്ടവരെ ജയിലിലടയ്ക്കുന്നു. അങ്ങനെ ധീരമായ നടപടികൾ എടുക്കുന്നു. എന്നിട്ട് അവരുടെ കെട്ടിടങ്ങൾ സീസ് ചെയ്യുന്നു, കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നു. ഇതൊക്കെ ചെയ്യാൻ തന്റെ ഇടമുള്ള ഒരു സർക്കാർ ഇപ്പോൾ ഉത്തർപ്രദേശ് ഭരിക്കുമ്പോൾ ഇവിടെ അക്രമികളുടെ മുഖ്യമന്ത്രി ബംഗാൾ ഭരിക്കുകയാണ്, കേരളം ഭരിക്കുകയാണ്. ഏതായാലും ജനങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നതിനും താങ്ങാൻ കഴിയുന്നതിനും ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ എത്തിക്കഴിയുമ്പോൾ ജനങ്ങൾ തിരിച്ചടിക്കും. ജനാധിപത്യ മാർഗത്തിലൂടെ അല്ലാതെ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ കേന്ദ്ര ഭരണം എന്നുള്ള പ്രദേശമായി പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്യാൻ ജനാധിപത്യ മര്യാദയെ അനുകൂലിക്കുന്ന BJP തയ്യാറാവുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി BJPയെ കൊണ്ട് എടുപ്പിക്കാൻ, എന്നിട്ട് അതിന്റെ പേരിൽ സഹതാപ വോട്ട് നേടാൻ, അതിന്റെ പേരിൽ ലോകം മുഴുവൻ യാചിക്കാൻ ഉള്ള അവസരം BJP ചെയ്തു കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല.